നമുക്ക് കാണാം. അവര് ജീവിക്കാൻ വേണ്ടി അവർ ഈ പറഞ്ഞ പോലെ അത് ചെയ്തു. അങ്ങനെ അങ്ങനെ ഞാൻ കണക്കാക്കുന്നുള്ളൂ. മനസ്സിലായോ? പക്ഷെ എടാ ഈ പറഞ്ഞ നമുക്ക് പോലെ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് ചെയ്തതെല്ലാം കണ്ടു നിന്നതിന്റെ ഒരു അതെല്ലാം കണ്ടു നിന്നതിന്റെ ഒരു വിഷമം അതെനിക്ക് ഉണ്ട് ഗൈസ്. അതെനിക്ക് നമ്മളായതുകൊണ്ട് ഇത്രയും ചെയ്യുന്നുള്ളൂ. വേറെ ആരെങ്കിലും കുറച്ചും കൂടി തണ്ടും തടിയിൽ ഒരുത്തനാണെങ്കിൽ ഇല്ലടാ കേറി അടിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരിക്കലും കഴിയില്ല, ഒന്നും കഴിയില്ല. ഇവൻ ഏത് തണ്ടും തടിയുള്ള ഏത് മസിലുള്ള അർണോൾഡ് ഷ്വാസ്നിഗർ ഇവന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാലും ഉണ്ടല്ലോ, ഇവൻ വായ കൊണ്ടും ഇവന്റെ മൈൻഡ് കൊണ്ടും മാനിപ്പുലേറ്റ് ചെയ്ത് ഇവൻ അവരെ നിർത്തിക്കും. അതിനുള്ള കഴിവ് എനിക്കുണ്ട്, അതിനുള്ള കഴിവ് എനിക്കുണ്ട്. അത് ഞാൻ ഞാൻ തുറന്ന് ഞാൻ പറയാം, അതിനുള്ള കഴിവ് എനിക്കുണ്ട്. ഈ പറഞ്ഞ ഇതൊക്കെ ആണെങ്കിൽ പോലും അതിനുള്ള കഴിവ് ഓനിക്കുണ്ട്. അതുകൊണ്ടാണ് ഓൻ ഇന്നും ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്. ആ ഒരു കഴിവ് കൊണ്ടാണ് അത് ഓനുണ്ട് കഴിച്ചു. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കും. ഈ അപ്പാർട്ട് ഫ്രം ദിസ് ആ കഴിവ് ഉണ്ട്. അതുകൊണ്ടാണ് ഓൻ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ മണ്ടനാക്കി നമ്മളടക്കം മണ്ടനാക്കിയിട്ടും ഇത്രയും കാലം മുമ്പോട്ട് പോയത്. ഇനിയും ഓന് പറ്റാണ്ടൊന്നുമില്ല. ഓന് ഈ പറഞ്ഞ പോലെ ഒന്നിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓനിത് പറ്റും. ഓനിത് പുത്തരിയുള്ള കാര്യമൊന്നല്ല. ഓന് ആ മൈൻഡാണ്. ഓന് അതും പറ്റും. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വന്ന് പറയുന്ന നിങ്ങൾ തന്നെ നാളെ പോയിട്ട് അവിടെ പോയിട്ട് ഇതാവും, നിങ്ങളാവും. കാരണം നിങ്ങൾ അങ്ങനെ ആക്കും. മനസ്സിലായി? അത് നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതാകുന്നില്ല, നിങ്ങൾ അങ്ങനെ ആവും. അതങ്ങനെയാണ്. അതിനുള്ളൊരു കൈവോനുണ്ട്. അതൊരു സംഭവമാണ്. അത് ആ കൈവോനിക്കുണ്ട്. അത് ഞാൻ പറയാം. ആദിൽ 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 ഇവിടെ ഇല്ല. മനസ്സിലായോ? ആദിൽ ഇവിടെ ഇല്ല. ആദിലും അസ്പാക്കും ഈ പറഞ്ഞ പോലെ ആദിലും അസ്പാക്കും ഇവിടെ ഇല്ല. അവര് എവിടെയുള്ള കണ്ണൂരല്ലേ ഉള്ളേ? ആ, അസ്പാക്ക് കണ്ണൂരല്ലേ? ആദില് എവിടെ? തിരുവനന്തപുരത്ത് എന്തോ ഉള്ളത്. നാളെ വരും. അപ്പൊ നാളെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. മനസ്സിലായോ? പിന്നെ തൻസി എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട്. ഈ പറഞ്ഞ പോലെ ഓൻ്റെ കൂടെ ആദ്യം മുതൽ കാർ ഓടിക്കാനും വണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായ ഫ്രണ്ട്സാ. ഞാനും തൊപ്പിയും തൻസിയും ബച്ചു എന്ന് പറഞ്ഞിട്ടും മുനുവും ഫസല്, നമ്മളൊക്കെ ഒരുമിച്ചുണ്ടായ ആൾക്കാരാ. നമ്മളൊക്കെ ഒരുമിച്ച് നടന്ന ആൾക്കാരാ പണ്ട്. ഈ പറഞ്ഞ ഇവൻ ഫേമസ് ആകുന്നതിനും ഇവൻ ഇതാകുന്നതിനൊക്കെ മുമ്പേ. പണ്ട് ഇവന് സ്വഭാവം ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. പണ്ടൊന്നും ഇവൻ ഇങ്ങനെയല്ല. പണ്ടെല്ലാം നല്ല ഈ പറഞ്ഞ പോലെ കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്ര ഈ പറഞ്ഞ ഈ ഒരു ഇതുണ്ടല്ലോ, എന്ത് ഈ പറഞ്ഞ പോലെ പേടിപ്പിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനാടാ മെയിര് രാജാവ് എന്ന് പറഞ്ഞ ആ സാധനം ഇല്ലായിരുന്നു ഇവന്. ആ സാധനം ഇവന് ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ഫേമസ് ആയതിനു ശേഷം ഇല്ലായിരുന്നു. ഫേമസ് ആയി ഈ പറഞ്ഞ പോലെ ഒരു നന്മ ഇമേജ് ഇവൻ മുടിവെട്ടിയതിന് ശേഷം 6 മാസം കഴിഞ്ഞ ഒരു നന്മ ഇമേജും കൊണ്ട് ഇവൻ വന്നല്ലോ. അതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ കേരളത്തിലെ മൊത്തം പൊട്ടന്മാരെയും പറ്റിച്ചു. അപ്പോൾ എന്തോ ഒരു ഇത് വന്നു. മനസ്സിലായി? ഈ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരെ പറ്റിക്കുന്നുണ്ടല്ലോ ഡെയിലി. പിന്നെ ഈ പറഞ്ഞ നമ്മളെ 4 ആൾക്കാരെ ഓന് പറഞ്ഞ വാക്കിൽ നിർത്തിക്കാൻ പറ്റുമെന്നായിരുന്നു ഓൻ ചിന്തിച്ചത്. പക്ഷെ ആടെ ഒന്ന് ഇതായി പോയി. ഇൻഫ്ലുവൻസ് നീ മതിയാക്കെ മതി, അത്രേ ഉള്ളൂ ഗൈസ്. മതി. ഇത് ശരിക്കും റിയലാന്നുള്ള ഒരു സാധനമൊന്നും വേണ്ട. അതാ ഞാൻ പറയുന്നത്. അതൊന്നും റിയൽ അല്ല, ഫേക്കാ. അത് പക്ക 100% ഫേക്കാവോ. നന്മമാരെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് 100% ഫേക്ക് ആയിരിക്കും. ഓൻ നന്മ വരം കാണിക്കുന്നുണ്ടെങ്കിലോ, ഓൻ 2 രൂപ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിലോ, ഈ പറഞ്ഞ നിങ്ങൾ കണ്ടായിരിക്കും മറ്റേ ഇവരെ ഒരു വ്ളോഗ്, ഇത്താന്റെ ഒരു വ്ളോഗ് നിങ്ങൾ കണ്ടായിരിക്കും. അതൊന്നും പറയാൻ പറ്റാത്ത പോലും കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ആ ഇത്താക്ക് പോലും ഫോൺ കൊടുക്കുമ്പോ പോലും ആ ഇത്താക്ക് ഫോൺ കൊടുക്കുമ്പോൾ പോലും ആ ഇത്താന ഈ പറഞ്ഞ പോലെ ഇതാക്കി. അതിൽ ഇവനിക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ വ്ളോഗ് എന്നുള്ള പൈസനെക്കാട്ടി കൂടുതൽ ഇവന് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. തൊപ്പി നന്മ, തൊപ്പി അങ്ങനെ ആയതു, തൊപ്പി ഇത് ചെയ്തു, ഇങ്ങനെയുള്ള വ്യക്തിയാണ് തൊപ്പി, അങ്ങനെയുള്ള വ്യക്തിയാണ് തൊപ്പി എന്ന് പറഞ്ഞിട്ട് ഇവൻ ആൾക്കാർ വായത്തും. അതിലൂടെ ഇവൻ കുറച്ചും കൂടി നന്മ ഇമേജ് കൂടുമ്പോൾ ഓഡിയൻസ് കൂടുമ്പോൾ പണം കൂടും. ഈ പറഞ്ഞ പോലെ പണം കൂടുമ്പം ഇത് കൂടും. ഇവന്റെ എന്താ പറയാ, ആൾക്കാരെ ഇത് കൂടും. അപ്പൊ ഇവന് ബിസിനസ് കൂടുതൽ കിട്ടും, ഇനോഗ്രേഷൻ കൂടുതൽ കിട്ടും. അപ്പൊ ഇവന് കൂടുതൽ പൈസ ഉണ്ടാക്കാം. മനസ്സിലായി? ഇവന്റെ അൾട്ടിമേറ്റ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, പൈസ ഉണ്ടാക്കുക. അത് കൂടുള്ളവന് ഊമ്പിച്ചിട്ടാണെങ്കിലും 10 വർഷം കൂടുള്ളവന് ഊമ്പിച്ചിട്ടാണെങ്കിലും ഇവന് വേണ്ടി മരിക്കാൻ തയ്യാറായവരെ ചോട്ടിയിട്ടാണെങ്കിലും ഇവന് ഈ പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കണം. അതാണ് ഇവന്റെ മൈൻഡ്. പക്ഷെ എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യം എന്താ പറയാമോ? എന്തിനാ കൈസ് ഇത്രയും പൈസ ഒരാൾക്ക്? ഓന്റെ കയ്യില് ആവശ്യത്തിൽ കൂടുതൽ പൈസ ഓന്റെ കയ്യിലുണ്ട്. പിന്നെ എന്തിനാ നമുക്ക് കിട്ടുന്ന ഈ 5 രൂപയെന്ന്, അതിൽ നിന്ന് 5 രൂപയെന്ന് 1 രൂപ നമുക്ക് തന്നിട്ട് 4 രൂപ ഓൻ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെയും ഓക്കെ എന്ന് പറയാം. ഇത് 5 രൂപ മൊത്തത്തിൽ എടുത്തിട്ട് നമ്മളെ അതിൽ നിന്ന് 1 രൂപ എന്തെങ്കിലും അത്യാവശ്യത്തിന് ചോദിക്കുമ്പോൾ നമ്മളെ പുറംകാലം കൊണ്ട് ചവിട്ടാൻ പറ്റുന്നത്
അതെന്ത് മൈൻഡാണ് ഗൈസ്? അത് മാത്രല്ലല്ലോ, നമ്മളിനിപ്പോ ഇൻ കേസ് എന്നോടൊക്കെ പറഞ്ഞിട്ടേനു ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ട് നമുക്ക് ഒരു പൈസ കിട്ടും, നമുക്ക് റീൽ പ്രൊമോഷൻ ചെയ്താ എന്നോട് പറയാ ആ പൈസ ഒന്ന് തരണം. ഞാൻ എന്തിന്? അത് നമ്മൾ ഗ്യാങ് ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് ചാരിറ്റി? ഇതൊന്നും ആരും അറിയ പോലുമില്ല. ഇങ്ങനത്തെ എന്താ സംഭവമെന്നോ കാര്യങ്ങളൊന്നും അറിയ പോലുമില്ല. ലൈവിൽ ഏതോ സമയത്തും പറഞ്ഞിട്ടില്ല ഒരു ചാരിറ്റി. ഞാൻ ഇറങ്ങിയ പിറ്റേ ദിവസമാണ് ഇവൻ പറയുന്നത് ചാരിറ്റി എന്ന് പറയുന്നത്. വേറെ പ്ലേറ്റ് മറിക്കലുണ്ട്. കാരണം ആൾക്കാർക്ക് ഒരു ഹെയ്റ്റ് കൊടുക്കാനുള്ള ഒരു സാധനം കൊടുക്കേണ്ടിട്ട് ചാരിറ്റിന്റെ ഇത് ചോദിച്ചപ്പോ ഷമീർ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓനെ പുറത്താക്കിയെന്നോ അല്ലെങ്കിൽ ഓൻ ഇറങ്ങിപ്പോയിന്നോ അങ്ങനെ എന്തും ഇവന് ക്രിയേറ്റ് ചെയ്യാം ഇവന്റെ ഇഷ്ടത്തിന്. പിന്നെ എനിക്ക് ഈഗോ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്, ഒരു സ്ട്രീം ഉണ്ട്. അതിന്റെ തലേത്തെ ലൈവില് ഈ പറഞ്ഞ പോലെ എന്നോട് അടിയാക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു അനക്കിപ്പോ നല്ല ഇതുണ്ട്, ആൾക്കാരൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന്, അനക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ നല്ല തെറിയും പറഞ്ഞ് എന്നിട്ട് പറഞ്ഞ് ഇതൊക്കെ സ്ട്രാറ്റജിന്റെ ഭാഗമായിട്ട് ചില സമയത്ത് നമ്മളെ പറ്റിക്കും. അതിന്റെ മുമ്പൊക്കെ ഇടക്കിടക്കെ ഇട്ട് നിങ്ങൾക്ക് ഓരോ കുത്തുവരും. ഷമീർ ഇപ്പൊ പണ്ടത്തെ പോലെ വൈബില്ല, ഷമീർ പണ്ടത്തെ പോലെ ചിരിക്കുന്നില്ല. നിങ്ങൾ എന്തോ മനസ്സിലാക്കി ഇതൊക്കെ റെഡിക്കുള്ള സംഭവം. ഇതൊക്കെ ഓരോ ഇഞ്ചക്ഷൻ പോലെ ഓരോരോ സാധനം തരും. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളും വിചാരിക്കും സത്യമാണല്ലോ ഷമീർ ഇപ്പൊ പണ്ടത്തെ പോലെ വൈബില്ല, അപ്പൊ ഫെയിം കിട്ടിയപ്പോ ഷമീർ ഇപ്പൊ നീ അതിനെ ഇതാക്കിയല്ലേ. ഇതൊക്കെ നിങ്ങൾ അതാ പറഞ്ഞത്, അത്രത്തോളം മാനിപ്പുലേഷൻ പവർ ഉണ്ട്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് തരൂല, ഒറ്റയടിക്ക് നിങ്ങൾക്ക് മനസ്സിലാവൂല. ചെറുങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആക്കിപ്പിക്കും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഡെയിലി ചെറിയ അളവിലേ അത് പറയും. അപ്പൊ അത് ഒരാഴ്ച അത് അങ്ങനെ പറഞ്ഞ് വരുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളെ മൈൻഡിൽ അങ്ങനെ ഒരു ചിന്ത വരും. അതെന്തായാലും വരും. കാരണം ഈ പറഞ്ഞ പോലെ അത് വരും. അതാ ഞാൻ പറഞ്ഞത്, അതാന്ന് അവന്റെ കെയ്വ്. മനസ്സിലായി? അതാന്ന് അവന്റെ കെയ്വ്. അത് വണ്ടിന്നൊക്കെ ചില സമയത്ത് പറയുകയും ചെയ്യും, എടാ ഡാഷുകളെ നീയൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന വരച്ച വരയെ കൂടിയാണ് എല്ലാം പോകുന്നത്. അതുകൊണ്ട് അധികം സംസാരിക്കുകയോ ഇല്ലെങ്കിൽ ഫുഡിന്റെ കാര്യത്തിൽ. അതായത് ഇവന്റെ മൈൻഡ് എന്താ അറിയോ, ലോകത്തുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരളത്തിലുള്ള ആൾക്കാരെ മൊത്തം ഇവൻ പറ്റിച്ചു. അവരെ മൊത്തം ഇവൻ മണ്ടനാക്കി. മനസ്സിലായി? അവരെ മൊത്തം അതിന്റെ ഒരു കോൺഫിഡൻസ്. അതുകൊണ്ട് ഇവൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇവനാണ് രാജാവ്, ഇവനാണ് ഇത്. കാരണം ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഞാൻ പറ്റിച്ച്, അപ്പൊ ഇവന്മാരൊക്കെ ഞാൻ മണ്ടനാക്കി. അപ്പം അങ്കാന്ന് ഏറ്റവും ബുദ്ധി, അല്ലെങ്കിൽ അങ്കാന്ന് അതിനുള്ള ബ്രില്യൻസ് ഉള്ള തന്നെയാണ്. പക്ഷെ അതില് ഇവൻ ഈ പറഞ്ഞ പോലെ ഒരു ഇതെടുത്തിട്ട് ആ ഒരു ഇതിലാണ് നമ്മളോടൊക്കെ സംസാരിക്കുന്നത്. ഏത് നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഒന്നും ബുദ്ധിയില്ല, ഇതില്ല, കഴിവില്ലാത്ത ആൾക്കാരായിട്ട് ആണ് കണ്ടത്. മനസ്സിലായോ? എന്നെ പിന്നെ കുറച്ച് ഇവൻ ഈ പറഞ്ഞ പോലെ എന്നെ കുറച്ച് ഇതാക്കാൻ തുടങ്ങിയത് എപ്പാന്ന് വെച്ചാൽ, ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങി. ഇവന്റെ സെയിം ലെവൽ ഓഫ് വ്യൂവർഷിപ്പ് എനിക്ക് യൂട്യൂബിൽ കിട്ടി. 10, 15, 16K വ്യൂവർഷിപ്പ് എനിക്ക് യൂട്യൂബിൽ വന്നപ്പം ഇവനൊന്ന് ഒരു ഇതടിച്ചു. എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, നീ എന്നെ വീഡിയോ കോള് ലൈവിൽ ചെയ്യരുത്. ഡേറ്റിംഗിന്റെ ഇതിൽ ആപ്പുകളിലൊന്നും ഇത് ചെയ്യാൻ പാടില്ല. അതായത് ഇവൻ എങ്ങനെയൊക്കെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്ന ലൈവിലുണ്ടോ വേറെ ആൾക്കാർ അറിയാണ്ട് ഒരു ദിവസം ഞാനും അമ്മും ഒന്ന് കേറിപ്പോയി. എങ്ങനെ ലൈവ് അന്ന് കേട്ട തെറിക്ക് കയ്യും കണക്കൂല. എന്നോട് പറഞ്ഞു, എടാ നിന്നോട് ആരാ ലൈവ് കയറാൻ പെർമിഷൻ തന്ന്? നിന്നോട് എടാ നമ്മളത് മനസ്സ് പോലും ചിന്തിച്ചില്ല. നമ്മള് ഷെമീറിന്റെ ലൈവ് അല്ലേ, ജസ്റ്റ് ഒന്ന് കയറിപ്പോയത്. കാരണം നമ്മള് വൈബും നമ്മള് ഹാപ്പിനെസ്സും നിങ്ങൾ തോന്നിക്കുന്നത് നമ്മളെല്ലാരും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ ഇവന്റെ ഒരു ലൈവിലേക്ക് പോയെന്ന്, അതായത് ഷെമീർ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്കും പിന്നെ ലൈവിലേക്ക് കയറാനുള്ള ഒരു പോകുമ്പോ ഇറങ്ങിയിട്ടില്ല. മലേഷ്യൻ ട്രിപ്പ് ആരെ ഇതാക്കി നോക്കിണ്ടടാ മണ്ടന്മാരെ. ആ വ്ളോഗിന്റെ ലാസ്റ്റില് പറയുന്നുണ്ട് അത് പ്രൊമോഷനാണ്, ഇന്ന ടീമാണ് നമ്മളെ കൊണ്ടുവന്നത്, ഇവരാണ് നമ്മളെ കൊണ്ടുവന്നത്, ഇവര് ഭയങ്കരം ടീമാണെന്ന് പറഞ്ഞ് ആ വ്ളോഗിന്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അത് ഇവന്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത പൈസ അല്ല, അതിൽ ഇവൻക്കുള്ള ഗുണങ്ങൾ രണ്ടാ. ഈ പറഞ്ഞ പോലെ ഒരു ട്രിപ്പ് ആൾക്കാരെ മുമ്പിൽ നമ്മളെ കൊണ്ടുപോയി എന്നുള്ള കാര്യം, ഒന്നാമത്തെ കാര്യം അത്. ആൾക്കാരുടെ മുമ്പിൽ മമ്മു ഫ്ലൈറ്റിൽ കയറി കണ്ടന്റ്, അതിലൂടെ ഉണ്ടാക്കുന്ന പറ്റുന്ന പൈസ. പിന്നെ ഇതിൽ ഓന് മുടക്കണ്ട. ഈ പറഞ്ഞ പോലെ ഇവര് മുടക്കും. ആര്? ഈ കൊണ്ടുപോകുന്ന ആൾക്കാര് പൈസ മുടക്കും. മനസ്സിലായോ? അപ്പൊ ആ പൈസ ഓന് ലാഭാ. ഓനിക്കിതിൽ ലാഭമല്ലേ ശരിക്കുള്ളൂ. മനസ്സിലായോ? 4-5 ദിവസം ആ ട്രിപ്പ് ഉണ്ടായിരുന്നു. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഈ ട്രിപ്പിൽ എന്ത് ഒരു ദിവസത്തെ വ്ളോഗോ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഈ മറ്റെന്താ പറയുക, ഫ്ലൈറ്റിൽ നിന്നുണ്ടായ കോൺട്രവേഴ്സിയും പിന്നെ ഇതൊക്കെ അല്ല ഞാൻ പറഞ്ഞില്ലടാ നിങ്ങളെ. ഞാൻ തന്നെ എത്ര മലേഷ്യ എന്ന് പറഞ്ഞിട്ട് നീ ഞാൻ മലേഷ്യയിലെ ഇതേപോലത്തെ സ്ഥലത്തെല്ലാം വന്ന IR ചെയ്തൂലേ, അതൊന്നും വേണ്ട. ഞാൻ ഇപ്പൊ ലൈവ് ഒന്നും ചെയ്യാത്ത ടൈമാ. നമുക്ക് ഇതാ ഞാൻ ഇത്ര ചോദിച്ചുള്ളൂ. നീ അതെ മലേഷ്യയിലും മറ്റൊരു IR ചെയ്തൂലേ, നല്ല സ്ഥലങ്ങളും നല്ല ആൾക്കാരും നല്ല ഫുഡ് പിന്നെ സ്ട്രീറ്റ് ഇതെല്ലാം ഉണ്ട്. വേണ്ട, അത് ഞാൻ കുറച്ച് ബ്രേക്കിലാണ്, അപ്പൊ നിങ്ങളും കുറച്ച് ബ്രേക്കിലാ നിക്ക്. എന്റെ അത്ര ഇതാകണ്ട, ഞാൻ കഴിഞ്ഞിട്ട് മതി. ഞാൻ തുടങ്ങുമ്പോ തുടങ്ങുക, ഞാൻ നിർത്തുമ്പോ നിർത്തുക. കേട്ടാ? ഞാൻ പറയുന്ന അനുസരിച്ച് നിന്നാ കൂടെ വേണം, നിന്നാ മതി. ഇങ്ങനത്തെ ഭരണാണ്. ഭയങ്കര ഭരണം. കാരണം അന്യന്റെ ഞാൻ
സത്യമായിട്ട് പറയാം, സത്യമായിട്ട് പറയാം, അന്നെ നാടെ ഒരു നായ്, അതായത് പട്ടീനെ പോലെയാണ് എന്നെ കാണുന്നത്. പട്ടീനെ പോലെയാണ് കാണുന്നത്. മുഖത്ത് ചവിട്ടും അലക്കി. ഞാൻ വാഷിംഗ് മെഷീൻ്റെ ആണെന്നല്ല അലക്കാൻ പോകുമ്പോ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഒരടി വരും. എന്താണ് അവൻ കൂടി എടുക്കാതെ അതിന്റെ തന്ത വന്നിട്ട് എടുക്കുന്ന ചോദിക്കല്. തന്തക്കൊന്നല്ല, അതിന്റെ അപ്പറ വിളിക്കല്, വീട്ടിലുള്ള ആൾക്കാരെ വിളിക്കല്. അവരൊന്ന് അലക്കി തരുമോ ചോദിക്കും. ഞാനെന്താ പറയാ? ഞാൻ അവിടെ കേട്ടിങ്ങനെ നിൽക്കും. വേറൊരു ആൾക്ക് പ്രതിരോധിക്കാനുള്ള ഒരു ശേഷിയില്ല. ഇങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ അവിടെ കരഞ്ഞിട്ടും വിഷമിച്ചിട്ടും അവിടെ ഇരിക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പറയും, എന്താടാ എനിക്കെന്താ ദേഷ്യം ഉണ്ട് എന്നെ അടിച്ചേന്, എനിക്കെന്നെ ദേഷ്യം ഉണ്ട് അടിച്ചേന്, അടിക്കണ അതെല്ലാം പറഞ്ഞ് കുറച്ച് ഇതാക്കി ഒരു സ്നേഹം, ഒരു സ്നേഹം ആണെന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞത് സ്നേഹം മൊത്തം തെറിയും അടിയും ഇവന്റെ ഈ ഭരണം അല്ലാണ്ട് ഞങ്ങൾക്ക് തോന്നി ഈ ഭരണം പോലും പുറത്തുള്ള ഭരണം ഉണ്ടാവില്ല എന്നാ ഞാൻ പറയുന്നത്. അത്രയും വലിയ ഒരു ഭരണമാണ് ആടുണ്ടായത്. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നിന്റെ ഉമ്മാമാന്റെ ഇത് ചോദിക്കുന്നുണ്ട്, നിന്റെ ഉമ്മാമാന്റെ ഇത്. അത് ഒന്നും അല്ലല്ലോ, അത് നാച്ചുറൽ അല്ലേ? നാച്ചുറലാണ്. ഇതൊക്കെ ഇത്രയും പൈസ ഇല്ല, അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല, ഞാൻ ആ സമയത്ത് ഇല്ല, അതിനെ കുറിച്ച് അറിയില്ല. കാരണം അത് എനിക്കടക്കം അവിടെ പേടിയാണ് എനിക്ക്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ 2.5 കൊല്ലമായിട്ട് മമ്മു നീ എന്താ പിന്നെ അങ്ങനെയൊന്നും ആ ടൈം ഇറങ്ങാൻ. എനിക്ക് പേടിയാ എനക്ക്. കാരണം എന്റെ വീട്ടിൽ ഞാനും അനിയനും ഉമ്മയേ ഉള്ളൂ. ഇവൻ വേറെ ആളെ കൊണ്ട് തല്ലി, അതായത് അടി കൊള്ളിപ്പിക്കാൻ വരെ ഇവനിക്ക് ഇതുണ്ട്. എന്തായാലും പറയണ എനിക്ക് അറിയാത്തോണ്ട്. അപ്പൊ അത്രയും എനിക്ക് പവർ ഇതുണ്ട്. കാരണം ഞാൻ ഈ ഒറ്റക്ക്, അതായത് അമ്മു എന്നുള്ള ഞാൻ ഒറ്റക്ക് ഇവനെതിരെ പ്രതിരോധിച്ചാല് ഇവൻ എന്തെല്ലാം നിങ്ങളെ ഇതാക്കും അറിയാം നിങ്ങൾക്ക്. എനിക്ക് ശരിക്കും പേടിയുള്ളത് കൊണ്ടാണ് ഇത്ര നാൾ വരെ. പിന്നെ എനിക്ക് ധൈര്യം വന്നെന്ന് വെച്ചാല് നമ്മളെല്ലാരും ഒരുമിച്ച് നിന്ന് കാരണം നമ്മളെല്ലാരും അനുഭവിച്ച് നമുക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല. ആൾക്കാരെ ഇതാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളത് പറയാം. എനക്ക് പേടിയായോണ്ട് മാത്രമാണ്. എനിക്ക് വീട്ടില് ഉമ്മയാനിയനേ ഉള്ളൂ, വേറെ ആരും ഇല്ല. എനിക്ക് അവരെ പോറ്റണം. നമുക്ക് അവരെ ഒന്നുമില്ലെങ്കിലും മാസം ഒരു 5000 രൂപയെങ്കിലും കൊടുപ്പില്ലെങ്കിൽ ഞാൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറയുമോ, ഞാൻ പണിക്കെങ്കിലും പോയി. ഞാൻ പണ്ടും കുറെ പണിക്കെല്ലാം പോയിട്ടുണ്ട്. അപ്പോ ഒന്നുമില്ലെങ്കിൽ മാസം ഒരു 10,000 രൂപ, ഒരു 5000 രൂപ കൊടുക്കുന്ന വിധത്തിൽ എന്റെ ഉമ്മാനും അനിയനെ ഇപ്പൊ എന്നെ പോലെ ഇപ്പൊ നടക്കുന്നു വീട്ടില്. അതായത് ഞാൻ എങ്ങനെയാണോ പണ്ട് വന്നത് അതേപോലെയാണ് ഇപ്പോ എന്റെ അനിയൻ നിൽക്കുന്നത്. പഠിച്ചിട്ട് ഏടിലോ പണിക്ക് പോയാലോ എന്നെ പോലെ തന്നെ. അതായത് 2 ദിവസം പണിക്ക് പോവും, പിന്നെ 3-ാമത്തെ ദിവസം പണിക്ക് പോവില്ല. എന്നെ പോലത്തെ അതെ എന്റെ കാറ്റഗറി. ഉമ്മേനെ എന്നെ പറയും നിന്റെ ഇതേപോലെ തന്നെ വരുന്നത് നിന്നെയും കൂട്ടിക്കോന്ന്. ഞാൻ പറയും ഇവന് എന്തിനാ കൂട്ടുന്നു? ഇതേപോലെ ഏട്ടനും അനിയനെയും ഇങ്ങനെ ആക്കി എന്നുള്ള പേര് വരാൻ വേണ്ടിയിട്ടാണോ? ഈ രണ്ട് നായ്ക്കൾ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്റെ അനിയനും ഇവിടെ കൂട്ടി വരേണ്ടത്. അങ്ങനെയാണോ വേണ്ടത്? ഞാൻ പറഞ്ഞേ വേണ്ട. ഇവന് എന്താ വെച്ചാൽ ഞാൻ ഉമ്മാനോട് പറഞ്ഞു. ഞാൻ ഉമ്മാനോട് എന്തെല്ലോ ഉമ്മക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, ഞാൻ പൈസ ഉണ്ടാക്കും, ഞാൻ കുടുംബം പോയിട്ട്. എന്റെ ഉമ്മനെ ചോദിച്ചാൽ എപ്പാ അമ്മ നീ പോറ്റാ? ഞാൻ ഉമ്മ സത്യമായിട്ട് ഞാൻ പറയാം. ഞാൻ ഉമ്മാനോട് എന്താ പറയണേ? ഞാൻ വരുമ്പോ പോലെ ഞാൻ ഉമ്മാനോട് 500 രൂപയ്ക്ക് ഞാൻ ഇതുവരെ ഞാൻ പണ്ടെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു 500 രൂപയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചോദിച്ചത്. ഉമ്മ 500 രൂപ തരുവാണ്. അത് ഉമ്മ ചോദിക്കാൻ പോയതെന്ന് വെച്ചാല് അയൽവാസികളോടാ. ഈ അയൽവാസികളെയും ഇവരെല്ലാം വിചാരം മമ്മു കുറെ ഉണ്ടാക്കുന്നുണ്ട്, കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അല്ലാത്ത ഒപ്പി കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കുമ്പോ അപ്പൊ മമ്മുവിന് പൈസ ഉണ്ടാവും എന്നുള്ളൊരു സാധനം ആൾക്കാരെ മനസ്സിലുണ്ട്. അപ്പോ പറയും അയൽവാസി ഉമ്മേനെ എന്നോട് പറഞ്ഞ കാര്യം ഇത്, അനക്കൊരാളും പൈസ തരുന്നില്ല. ഉമ്മാക്ക് എന്തെങ്കിലും അസുഖം, ഉമ്മാക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്ന് ഉമ്മ അയൽവാസിനോടാ പൈസ വയ്ക്കല്. അനക്കാരും പൈസ തരൂല മമ്മു. എന്നോട് ഉമ്മ പറഞ്ഞ കാര്യം, അനക്കാരും പൈസ തരുന്നില്ല. കാരണം നീ ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ ഇങ്ങനെ ലൈവിൽ കാണിക്കുമ്പോൾ ഇത് ആൾക്കാർ കണ്ടിട്ട് ഇവരെന്നോട് പറയും എന്റെ മോൻ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ മമ്മു, മോനോട് പോയി ചോദിക്കുന്നു പറയും. അല്ലാണ്ട് പൈസ കിട്ടുന്നില്ല. അതാണ് ഇവന്മാരെല്ലാം മനസ്സിലെന്ന് വെച്ചാല് മമ്മൂനും എല്ലാവർക്കും പൈസ ഉണ്ടെന്ന്. പക്ഷെ അതില്ല. സത്യം പറഞ്ഞാൽ ഇനിയും ഞാൻ പറയുന്ന കേക്ക് ജനങ്ങളെ പ്ലീസ്, പൈസ ഇല്ലാന്ന് തന്നെ ഞാൻ പറയും. വേറൊരു കാര്യം പറയാം. ഈ പറഞ്ഞ പോലെ ഇവന് നല്ല ഗുണ്ടാ കണക്ഷൻസും പരിപാടിയൊക്കെ ഉണ്ട്. നല്ല രീതിയിലുള്ള ഗുണ്ടാ കണക്ഷൻസും പരിപാടികളും ലോക്കൽ കണക്ഷൻസും എല്ലാ സംഭവം ഇവനുണ്ട്. സോ നമ്മളെ കാര്യം ഞാൻ ഇപ്പൊ തന്നെ ലൈവിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം.
നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കണ്ടാൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വാട്ടെവർ എന്തെങ്കിലും നമ്മളെ 5 പേരിൽ ആയിരിക്കെങ്കിൽ എന്തെങ്കിലും പറ്റിയാൽ അതിന് ഈ പറഞ്ഞ പോലെ തൊപ്പിയോ റാമ്പോ അതിനൊരു കാരണമാവോ നമുക്ക് പേടിയുണ്ട്. ഞാൻ പറയാം, നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ലൊക്കേഷൻ അവർക്ക് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ആരെ വെച്ചോ എങ്ങനെ വെച്ചോ നമ്മൾ എന്തെല്ലാം ചെയ്യിപ്പിക്കാന്നോ ഒരു കാര്യം അറിയില്ല. സോ നമ്മള് ഇനി സേഫ് ആണോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാ. നമ്മളിനി സേഫ് അല്ല. നമ്മളെപ്പം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാനുള്ള ഇതുണ്ട്, മനസ്സിലായോ? എടാ ഞാൻ നേരത്തെ ആ ചേച്ചിനോട് ചോദിക്കുന്ന കേട്ടില്ലേ, ഞാൻ ആ ചേച്ചിനോട് ചോദിച്ചു ഇവിടെ CCTV എവിടെ പോലീസുകാർ നമ്പർ. കാര്യമാണ് ജാസി, എന്തെങ്കിലും സേഫ്റ്റിക്ക് നമുക്ക് എന്തെങ്കിലും, അതായത് രണ്ടാള് അടിക്കാൻ വരുമ്പോ ഉള്ള ഒരു സാധനം എന്തെങ്കിലും കൊള്ളിയെങ്കിലും എടുത്തു വെക്കാൻ ഞാൻ പറ്റില്ല. കാരണം അത്രയും ഡോറും ഇതെല്ലാം ലോക്ക് ചെയ്താ കിടക്കുന്ന, പക്ഷെ മൊത്തം പൂട്ടില്ല. പക്ഷെ നമുക്ക് പേടിയാ, കൊല്ലാൻ പോലും മടിക്കൂല. നമുക്ക് പേടി, അത്രയും പേടിയുണ്ട്. നമുക്കിവിടെ നമ്മളെ ഉള്ളൂടെ, നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ നമ്മളെ കൂടെ ആരുമില്ല. അതാണ് നമ്മളിപ്പോ ജാസിക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ കൊല്ലാൻ തന്നെ തോന്നി ഇവനാ. ജാസിക്ക് അത് തോന്നിയില്ല, എനിക്ക് വല്ല തെറ്റും പറയാനില്ല കേട്ടാ. ജാസിക്ക് അത് തോന്നിയില്ല, എനിക്ക് വല്ല തെറ്റ് പറയാനില്ല. കാരണം അങ്ങനെ ഇവൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്കൊന്നും അത്ര വലിയ അനുഭവം എനിക്ക് ഉണ്ടായില്ല. ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇത് എന്നല്ലാണ്ട് ബാക്കിയുള്ള ഒരുവിധം ഈ പറഞ്ഞ പോലെ എനിക്കൊരു വാച്ചിങ്ങും എനിക്കൊരു ഇതും കണ്ടപ്പോ എന്നെ ഒരു ലെവലിൽ ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്കൊരു വില ഇവൻ തന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഇവനോട് അങ്ങനെ ഇതാക്കാൻ നിൽക്കൂല. കാരണം എന്താ അറിയോ, റാംബോ ഇവനോടൊന്നും നിന്നോട് റാംബോ അത് ഒരു സമയത്ത് ഇവൻ തന്നെ റാംബോ കൊണ്ട് ഇതാക്കിയോണ്ട് റാംബോ അധികം ഭരിക്കാൻ നിൽക്കില്ല. പക്ഷെ എന്നെ അത്രയും നിയാദിനെക്കാട്ടും ഇല്ലെങ്കിൽ നിയാദിന്റെ അതേ ലെവലിൽ തന്നെ എനിക്കും ഇവരൊക്കെ സഹിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവസാനം അത്രയും പുറത്തുമുട്ടി ഞാൻ പറഞ്ഞു, എടാ നമുക്ക് ഇവിടെ ഇട്ടിട്ട് ഓടിയാലോ, കാരണം ഇല്ല നാട്ടുകാരോട് പറഞ്ഞിട്ട് നാട്ടുകാർ ഈ കാര്യം അറിയിപ്പിച്ച് ഇവരെ പിടിച്ച് അടുപ്പിച്ചാലോ എന്ന് വരയ്ക്ക് നമ്മൾ ചിന്തിച്ചു പോയി. കാരണം വെച്ചാൽ അത്രത്തോളം ബുദ്ധിമുട്ടായിട്ട്. എടാ നമുക്കില്ല ചില കാര്യങ്ങൾക്ക് സഹിക്കാൻ പറ്റൂടാ, പക്ഷെ അല്ലേ ഈ സഹിക്കാൻ പറ്റാത്ത കുറെ, അതായത് ഒരാണ് എന്നുള്ള നിലക്ക് ഓന്റെ അഭിമാനം അല്ല, ആ രീതിയിലല്ല ഞാൻ പറഞ്ഞ വെച്ചാൽ ഇങ്ങനെ പണികൾ ചെയ്യുമ്പോഴും പിന്നെ പട്ടീനെ പോലെ കാണുമ്പോഴും ഒരു അടിമനെ പോലെ ട്രീറ്റ് ചെയ്യുമ്പോഴും പറയുന്ന സംസാരം അത്രത്തോളം വൾഗറായിട്ട് പറയുമ്പോഴും അത് എടാ കുണ്ണെ ഒരു വാല്യൂ ഇത് കാര്യങ്ങളൊന്നുമില്ല, നീയൊക്കെ അത്രയും താഴത്തായിരുന്നു, നിന്നൊക്കെ ഇവിടെ എത്തിച്ച് ഞാനൊക്കെ ഇന്ന സംഭവങ്ങളൊക്കെ ആക്കിയിട്ടാണ്. അതുകൊണ്ട് അവിടെ രാഷ്ട്രീയക്കാർ ഒരാൾക്ക് ഒരു വീടുണ്ടായി കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ആ വീട്ടിലുള്ള ആൾക്കാർ മരിക്കുന്നവരെ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റൂടാ. അതെപ്പോഴും എല്ലാ ദിവസവും പോയി പറഞ്ഞു കൊടുക്കുക, എടാ നിന്നിങ്ങനെ ആക്കിയതാണ്. എടാ അവർക്ക് എപ്പോഴെങ്കിലും മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഇതേ അവസ്ഥ തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എന്തെങ്കിലും ഒരു കാര്യം ഒരു 1000 റുപ്യ ചോദിക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടി കൂടുതൽ എടുക്കുക, ഇല്ലെങ്കിൽ ഒരു ചായ കൂടുതൽ എടുക്കുക, എന്തെങ്കിലും നമുക്ക് വേണ്ട ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ പോലും പറയും. അതായത് എടാ നീ എന്താ വായുവിട്ടടാ ഇത് പറയാൻ പോലും യോഗ്യതല്ല, ആ രീതിയിൽ നമ്മൾ പറയും. എത്രയോ പ്രാവശ്യം കേട്ടു, വണ്ടിയിൽ തന്നെ പറയും. നമുക്ക് തന്നെ സ്വയം 1 മാസം 2 മാസം ഇവന്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ സ്വയം തോന്നും, നമുക്ക് സെൽഫ് റെസ്പെക്റ്റോ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഇതുണ്ട് എന്ന് വില നമ്മളെ തന്നെ നമുക്കൊരു വില കൊടുക്കില്ല, അതുപോലും നഷ്ടപ്പെടും. അതില്ലേ നമുക്ക് തന്നെ ഒരു തോന്നല് നമുക്ക് തന്നെ വരും, നമ്മളൊരാണാന്നോ അല്ലെങ്കിൽ നമ്മളൊരു ഈ പറഞ്ഞ പോലെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല തിരിച്ചു പറയാൻ നമ്മൾ വായിങ്ങനെ തുറക്കൂലേ, നമുക്ക് തന്നെ എന്തോ ഒരു ഫീൽ ചെയ്യും, നമ്മൾ എന്തോ താന്നാണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ അങ്ങനെ ആക്കി പിന്നെ നമുക്ക് തന്നെ ഒരു തോന്നൽ വരും. ഈ പറഞ്ഞ പോലെ നമ്മളൊരു തായലുള്ള ആളാണ്, നമ്മളെ ഈ പറഞ്ഞ പോലെ എല്ലാരും ഒരു 100 ആൾക്കാർ നമ്മളെ തായലായിട്ടാണ് കാണുന്നത്. പിന്നെ നമുക്കും അങ്ങനെ ഒരു ഫീല് വരും, നമ്മളാ ഇതല്ല നമ്മളെന്തോ SP-ന്റെ ഏങ്കൂലിയാന്നുള്ള തോന്നല് നമുക്ക് തന്നെ വരും. അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മളടക്കം ആക്കിയെടുത്തു. ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ ഇതാക്കി പറയാം, ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു തോന്നല് നമ്മളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാനുള്ള ആ കഴിവ് ഇവനുണ്ട് ഗൈസ്, മനസ്സിലായി? അതൊരു ചെറിയ കഴിവല്ല, ആ കഴിവുണ്ട്. അത് ഞാൻ എങ്ങനെ എന്തെല്ലാം ഇതായാലും അത് ഞാൻ അഡ്മയർ ചെയ്യുന്നൊരു കാര്യമാണ്. ആ കഴിവ് ഇവനുണ്ട്. അതുകൊണ്ടാണ് ഓൻ ഇന്ന് ഈ ഇതിലെത്തിയതും നമ്മൾ ഈ നിലയിലെത്താനുള്ള കാരണം, ഇന്ന് ഈ വീഡിയോ നിങ്ങളെല്ലാം ഈ ലൈവ് നിങ്ങളെല്ലാം കാണാനുള്ള കാരണം ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ് അത് നടക്കുന്നത്, മനസ്സിലാവും? എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം ഞമ്മക്കൂടെ ഉണ്ടായി പോലും നമ്മൾ എങ്ങനെങ്കിലും പിടിച്ചു തൂങ്ങി നിൽക്കാൻ പറ്റൂടാ. നിങ്ങളൊന്ന് മനസ്സിലാക്കണോ, അത്രത്തോളം ആൾക്കാർ അടിപൊളിയായിട്ട് കാണുന്നതും റീച്ചും കാര്യങ്ങളും ഫോളോവേഴ്സും സബും ഫേസ് വാല്യൂയും ബ്രാൻഡ് വാല്യൂയും പിന്നെ എല്ലാം ഉള്ള ഒരു വ്യക്തിനെ നമ്മൾ അത്രത്തോളം അവിടെ നടക്കുന്ന കാര്യങ്ങൾ അത്രത്തോളം ബ്രൂട്ടലും വൾഗർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പറയാനുള്ള കാരണം. ഇല്ല എങ്ങനെങ്കിലും നമ്മൾ അവിടെ സർവൈവ് ചെയ്ത് പോയിരുന്നു. നിങ്ങൾക്ക് അറിയാലോ നമ്മളൊക്കെ എത്രത്തോളം സന്തോഷിച്ചിട്ടാണ് നമ്മളൊക്കെ ഓരോരുത്തരും വീഡിയോ ഉണ്ടാവും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മമ്മൂന്റെ എൻ്റെയും എല്ലോ. പക്ഷെ അതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എവിടെയാണെന്നറിയോ, ഈ പറഞ്ഞ പോലെ നമുക്ക് റീച്ച് ഉണ്ടാക്കാനും നമുക്ക് ഫോളോവേഴ്സ് കയറ്റിത്തരാനും നമുക്ക് നമ്മളെ ലൈവിലേക്ക് ആൾക്കാരെ വിടാനും അതിന് വേണ്ടിയിട്ടും എല്ലാം ചെയ്തിട്ടുണ്ട്.
പക്ഷേ അതൊക്കെ ചെയ്തത് എന്തിനാണെന്ന് ഈ പറഞ്ഞ പോലെ പൈസ ചോദിച്ചപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്തു തന്നത്. ഓക്കെ, ഈവൻ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് ഇതൊക്കെ ചെയ്തെന്ന് നമുക്ക് നാളെ ഒരു ഭാവി ഉണ്ടാക്കാനായിരിക്കും. ഈ എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം ചോട്ടു മുത്തു ഇവൻ ചെയ്താലും ഈ പറഞ്ഞ പോലെ ഇവൻ നാളെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഭാവി ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. നിങ്ങൾ കുറെ ആൾ ചിന്തിക്കും എന്തുകൊണ്ട് പിന്നെ അവിടെ നിന്നടാ ഇത് നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാനുള്ളൊരു ഇത് വരും, മനസ്സിലായോ? അതിന്റെ കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കും എന്ത്, ഈ പറഞ്ഞ പോലെ നാളെ നമുക്കൊരു ഭാവി ഉണ്ടാവും, മറ്റന്നാളെ ഒരു ഭാവി ഉണ്ടാവും. അങ്ങനെ എത്രയോ കാലം നിന്നൊരാളാണ്. എന്നെല്ലാം നോക്കിയാൽ ഞാൻ ഈ അടുത്താണ് ഒന്ന് ഇതായത്. അതിന് മുമ്പൊന്ന് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള തന്നെ ഒരു വ്യക്തിയായിരുന്നു, മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ എൻ്റെ ആ ഇൻട്രോവേർട്ടിസൊക്കെ ഇവൻ മാറ്റി തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ക്യാമറയുടെ മുമ്പിൽ വരാനും പെർഫോം ചെയ്യാനൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയൂല, അതൊക്കെ ഞാൻ എടുത്ത് പറയും. എനിക്ക് ഫോളോവേഴ്സ് കയറ്റി തന്നിട്ടുണ്ട്, എൻ്റെ ലൈവിലേക്ക് ആളെ വിട്ട് തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഫോളോവേഴ്സിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഇതിനൊക്കെ കാരണം ഈ പറഞ്ഞ തൊപ്പിയാ. പക്ഷേ ഇതൊക്കെ ഇവൻ ചെയ്തത് ഈ പറഞ്ഞ പോലെ ഇവന് അൾട്ടിമേറ്റ്ലി ഇവന് ഉപകാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലായത്. ഈ പറഞ്ഞ പോലെ നമുക്കൊരാവശ്യം വന്നപ്പോൾ 2 രൂപ ചോദിച്ചപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. ഓക്കെ, ഇവൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫെയിം തന്നു, അത് തന്നു, ഫോളോവേഴ്സ് തന്നതൊക്കെ ഇവന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇവന് അതിനെ കൊണ്ട് ഉപകാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇനോഗ്രേഷനും അടിയിടിയും വിൽക്കാനും ഇതാക്കാനും നമ്മളൊരു പ്രൊഡക്റ്റ് ആയിട്ടായിരുന്നു കണ്ടത്. അപ്പോൾ ആ പ്രൊഡക്റ്റിനെ ആയിരുന്നു ഓൻ ഇത് ചെയ്തത്, എന്ത് ബൂസ്റ്റ് ചെയ്തത്. ഏതാണോ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന സെല്ലിംഗ് പ്രോഡക്റ്റ്, ആ സെല്ലിംഗ് പ്രൊഡക്റ്റിനെ ഇവൻ കൂടുതൽ ഇതാക്കും. ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആയിട്ട് തോന്നുന്ന പ്രൊഡക്റ്റ് ആരാണോ, അതിപ്പോൾ ചില ടൈം ഞാനായിരിക്കാം, ചില ടൈം മമ്മു ആയിരിക്കാം. അപ്പം ആരാണോ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം, ആൾക്കാരെ മനസ്സിൽ ആദ്യം കയറുന്ന ആരാണോ, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു ഇഷ്ടം തോന്നുന്ന ആളാരാണോ അവനെ ഇവൻ മാക്സിമം വലുതാക്കി എടുക്കും, ലൈവ് ചെയ്യിപ്പിക്കും, വ്യൂവർഷിപ്പ് തരും, എല്ലാ കാര്യങ്ങളും ഇവൻ ചെയ്തു തരും. എന്നിട്ട് നമ്മൾ 1 രൂപ ചോദിക്കുമ്പം പൊടാൻ മേരിയെന്ന് പറയുകയും ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഈ മനസ്സിലാക്കോ ഇതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇവൻ ഈ പറഞ്ഞ ഫോളോവേഴ്സ് കയറ്റി തന്നതും വ്യൂസ് കയറ്റി തന്നതും ഇവൻ അങ്ങനെ ആക്കിയതും നമ്മളെ ഇങ്ങനെ ആക്കിയതും ഒക്കെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് നമുക്ക് ആ സമയത്ത് മാത്രമേ മനസ്സിലാവൂ. അത് ഇവൻ്റെ ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കം തന്നെയാണത്. ആദിലെവിടെ അവനെ എന്തെങ്കിലും ചെയ്തു? ഇല്ല, അവൻ സേഫാ, അതിലൊക്കെ സേഫാ. ഞാൻ പറഞ്ഞില്ല, അതിലൊക്കെ സേഫാ. ഇനി നമ്മളെ കാര്യം കുറച്ച് ഇതാണ് ഗൈസ്. ഈ പറഞ്ഞ പോലെ നമുക്ക് തന്നെ ഉറപ്പില്ല. പിന്നെ ചത്താലും കുഴപ്പമില്ല, നമ്മള് ചാകുന്നതിന്റെ മുമ്പ് ഈ പറഞ്ഞ പോലെ 4 ആള് ഈ തനി രൂപ അറിയട്ടെ. 4 ആള് തനി രൂപ അറിഞ്ഞിട്ട് നമ്മൾ ചത്തോട്ടെ, അതിനൊരു അന്തസ്സുണ്ട്. അങ്ങനെ ഇതാക്കുന്നത്. പിന്നെ ഞാൻ എടുത്തു പറയാം, ഈ പറഞ്ഞതെല്ലാം നമ്മളെ കാര്യങ്ങളാണ്, നമ്മളെ അനുഭവങ്ങളും നമ്മളെ ഇതുമാണ്, നമ്മളെ എവിഡൻസസുമാണ് നമ്മൾ നിങ്ങൾക്ക് ഇപ്പൊ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി ഈ പറഞ്ഞ പോലെ റാംബോക്കോ തൊപ്പിക്കോ നാളെ വന്നിട്ട് അവർക്ക് അവരെ ഒരു ഇതുണ്ടാവും, അവരെ ഒരു അനുഭവം പറയാനുണ്ടാവും. അവരത് പറയട്ടെ. അപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർ നിങ്ങൾ ചിന്തിക്കുക. ഈ പറഞ്ഞ ഷമീർ, മമ്മു, ജാസിയ, ആദിൽ, അസ്പാക്ക് ഇവരെ ഭാഗത്താണോ ശരി, അല്ലെങ്കിൽ ഈ പറഞ്ഞ റാംബോ, തൊപ്പി ഇവരെ ഭാഗത്താണോ ശരി നിങ്ങൾക്ക് ചിന്തിക്കാം. എന്നിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. അല്ലാതെ വെറുതെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഓൾറെഡി ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നത്തിലാണ് ഞാൻ നിൽക്കുന്നത്, മനസ്സിലായല്ലോ? ഈ ആടുന്ന് ഇറങ്ങിയ മുതലുള്ള തലയിൽ അടിച്ചു തന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതിപ്പോഴും തലയിൽ നിന്ന് പോയിട്ടില്ല. ഈ സാധനത്തിലാണ് ഞാൻ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അറിഞ്ഞുകൊണ്ടും ഇതെല്ലാം എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ GT എന്ന് പറഞ്ഞ ഇതിൽ ഞാൻ നീ എന്ത് എഫേർട്ട് എടുത്തു, നീ എന്ത് എഫേർട്ട് ആക്കി കൊടുത്തു, നീ എന്ത് അതിൽ ചെയ്തു എന്നെല്ലാം നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. ഇമ്മാതിരി സാധനമാണ് എൻ്റെ തലയിൽ ഓടുന്നത്, മനസ്സിലായോ? ഇതെല്ലാം അറിയേണ്ടോ എനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ ഇതൊക്കെ മുതലെടുക്കേണ്ടവന് ഞാനും നമ്മളും ഇവനും തമ്മിലുള്ള അടീൻ്റെ ഇടക്ക് ഇതൊക്കെ മുതലാക്കി അവർക്ക് ഉണ്ടാക്കേണ്ടത് അവരുണ്ടാക്കുകയും ചെയ്തു, മനസ്സിലായോ? ഇതൊക്കെ ഈ പറഞ്ഞ ഞാനും തൊപ്പിയും അടിയായിന്ന് അറിഞ്ഞ അന്ന് തൊട്ട് തന്നെ ഇത് മനസ്സിൽ കണ്ട് ഇത് വെച്ച് എന്തെല്ലാം ചെയ്യാന്നുള്ളത് ചിന്തിക്കേണ്ട ആൾക്കാർ ചിന്തിച്ചു, അവരതിനനുസരിച്ച് പ്രവർത്തിച്ചു, നമ്മൾ മണ്ടന്മാരായി. എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചോദിക്കുന്നു ഞാൻ എന്ത് എഫേർട്ട് ഇട്ടു, ഞാൻ ഈ പറഞ്ഞ GT എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് എഫേർട്ട് ഇട്ടു എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം, മനസ്സിലായോ? അത് ഈ പറഞ്ഞ സാധനങ്ങളാണ് എൻ്റെ തലയിലോടുന്നത്. ഇത്രയും അടിച്ച് അണ്ണാക്കി തന്ന സാധനങ്ങളാണ് എൻ്റെ തലയിലുള്ളത്, മനസ്സിലായോ? ഇതെല്ലാം എല്ലാവരും അറിയും ചെയ്യാം. എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഒരുത്തനും ഒന്നും അറിയില്ല എന്നുള്ള കാര്യം നടിക്കുന്നുണ്ടല്ലോ,
അപ്പോഴാണ് കൂടുതൽ വിഷമിക്കുക. കാരണം എല്ലാവനും അറിയാം. എന്നിട്ട് ഇവനൊക്കെ നമ്മളെ മുമ്പിൽ കടന്നും വ്യൂവേഴ്സിൻ്റെ മുമ്പിലും കടന്ന് അഭിനയിക്കുകയാണ് ഇവനൊക്കെ. അത് നമുക്കറിയാം ഇവനൊക്കെ കടന്ന് അഭിനയിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ അഭിനയിക്കുന്ന ഇത് കാണുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവനറിയാം ഞാൻ എന്ത് മെൻ്റൽ സ്റ്റേറ്റിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ എൻ്റെ PC ആക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെന്നും അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഓടിയെന്നും എന്തെല്ലാം ഇതാക്കിയെന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതൊന്നും പറയാൻ പോകുന്നില്ല. അൾട്ടിമേറ്റ്ലി എനിക്ക് ഹെയ്റ്റും ഞാൻ എന്ത് ചെയ്തു, നീ MRCക്ക് വേണ്ടി എന്ത് ചെയ്തടാ, നീ GTA വേണ്ടി എന്ത് ചെയ്തടാ, ഇതാണ് അവസാനം കിട്ടുന്നത്. മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. ഞാൻ നിങ്ങളോട് 2 ദിവസം മുമ്പ് പറഞ്ഞ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണെന്നുള്ള എവറിത്തിങ് മേക്ക് സെൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട്. എവറിത്തിങ് മേക്ക് സെൻസ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഈ പറഞ്ഞ വീഡിയോ വരുന്നതോടുകൂടി നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എവറിത്തിങ് മേക്ക് സെൻസ്. ഇപ്പം അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും ഈ പറഞ്ഞ പോലെ എവറിത്തിങ് മേക്ക് സെൻസ് എന്നുള്ള കാര്യം. മനസ്സിലായോ? അതിപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും എനിക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ അവസ്ഥയിൽ ആയതും. മനസ്സിലായോ? മതി ഗൈസ്, നമുക്ക് ഇത് ഇവിടെ നിർത്താം. ഇത്രേ പറയാനുള്ളൂ. വേണമെങ്കിൽ എന്താ 1-2 DC എന്താ ക്ലിപ്പ് ചെയ്തിട്ട് ക്ലിപ്പ് നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഞാൻ ഈ പറഞ്ഞല്ലോ ഇതൊക്കെയാണ് അതിൻ്റെയൊക്കെ ബാക്കിലുള്ള റീസൺസ്. ഇതൊന്നും അറിയാതെയാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹെയ്റ്റ് ചെയ്യലും എന്നെ ഷഡിക്കണ്ണാന്ന് വിളിക്കലും എൻ്റെ ഉപ്പാനെ വിളിക്കലും എൻ്റെ അമ്മക്ക് വിളിക്കലൊക്കെ നിങ്ങൾ ചെയ്യുന്നത്. ഇതൊന്നും അറിയാതെ അവരുടെ പാവകളായിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തതടാ. നിങ്ങൾ അവരുടെ കയ്യിലുള്ള പാവകളാടാ. മനസ്സിലായോ? അത് മനസ്സിലാവൂല നിങ്ങൾക്ക്. ഇന്നും മനസ്സിലാവില്ല, നാളെയും മനസ്സിലാവില്ല, അതിൻ്റെ അപ്പുറത്തും അത് മനസ്സിലാവില്ല. അതിലൊരു ടൈമോ പ്രായമോ മെച്യൂരിറ്റിയോ വരുമ്പോ മറ്റേ അത് മനസ്സിലാവും. സോ അത് വിട്. ഓക്കെ, എന്താ MRG ടാഗ് എന്താക്കുന്ന അതിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ തീരുമാനിക്കുന്നത്? ഒഴിവാക്കണോ? അല്ല അത് വേണ്ടല്ലേ? അല്ല അത് അല്ല നമ്മളെ പോയി ഇതാക്കിയതല്ല. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ അതെ 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 ശരിയാ. ഓക്കെ, അപ്പൊ ഇന്ന് RP ഇതെല്ലാം കാണാൻ വന്നവര് മിക്കവാറും ചടച്ചിട്ടുണ്ടാവും. അവർക്ക് വേണ്ടതൊന്നും കഴിഞ്ഞ ഫസ്റ്റ് മാത്രം 1-2 ലൈവിൽ ഞങ്ങൾക്ക് തരാൻ പറ്റിയിട്ടുള്ളൂ. നമുക്ക് ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്കെല്ലാം ചെയ്യാം ഗൈസ്. അത് കുറച്ച് ദിവസത്തേക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. മനസ്സിലായി? അത് പറയാം RP എന്ന് പറയുമെന്ന് നമുക്ക് അറിയാം. പക്ഷെ ഇപ്പൊ തൽക്കാലം അതിനുള്ള വകുപ്പില്ല. മനസ്സിലായി? ഈ പറഞ്ഞ ഇതിൻ്റെ ഒന്നും ഇടയിൽ നമുക്ക് മൈൻഡ് ചെയ്താണ്ട് നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആയി നമുക്ക് തരാൻ പറ്റൂല. മനസ്സിലായോ? അതുകൊണ്ടാ അത് നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങി നമുക്ക് ഈ പറഞ്ഞ പോലെ മെല്ലെ മെല്ലെ സെറ്റാകാം. നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. ആ ഒരു ഒറ്റ കാര്യമുള്ളൂ, കൂടെ ഉണ്ടായാൽ മതി. പക്ഷെ ഞാൻ ഈ പറയുന്ന എല്ലാവരുടെ ഭാഗവും നിങ്ങൾ കേൾക്കണം. നമ്മുടെ ഭാഗവും കേൾക്കണം, അവരുടെ ഭാഗവും കേൾക്കണം, എല്ലാവരുടെ ഭാഗവും നിങ്ങൾ കേൾക്കണം. മനസ്സിലായോ? ഇതൊന്നും സൗണ്ട് വരാത്ത സൗണ്ട് എന്താ സൗണ്ട് ഇല്ലാത്ത? RP ഷമീർ ഇനിയില്ല. മനസ്സിലായി? കളിക്കുമായിരിക്കും. MRC ഗ്യാങ്ങില് ഞാൻ എത്ര ഇനി ലീഡറായിട്ട് ഇരിക്കണോ, ഞാൻ ചിലപ്പോ ഞാൻ മാറാം, എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര നാള് ഞാൻ ഇരിക്കണോ അതുവരെ ഇനി ഇല്ല. അതാണ് ഇതിന്റെ വേറെ കാര്യം. ഓക്കെ, സൗണ്ട് ഉറക്കട്ടെ. ഇതറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഞാൻ ഷഡ്ഡി ഇട്ടത് ഉള്ളതിന് എന്നെ കളിയാക്കുന്നതാ. റാംബോവും അതെ അതെന്നെ ഉദ്ദേശിച്ചിട്ട് പറയുന്നേ. റാംബോവും ഓന്റെ പുതിയ ഫ്രണ്ട്സാന്ന് ഇവര്. ഓന്റെ പുതിയ ഫ്രണ്ട്സാ.
ഇവിടുത്തെ എല്ലാവരും ഒരു കാര്യം പറയാം, ആർപിയിൽ ഷമീർ മനസ്സിലായി. ആർപി അവൻ കളിക്കുമായിരിക്കും. MRC ഗ്യാങ്ങില് ഞാൻ എത്ര ഇനി ലീഡറായിട്ട് ഇരിക്കണം, ഞാൻ ചിലപ്പോൾ ഞാൻ മാറാം, എനിക്കറിഞ്ഞൂടാ. എത്ര നാള് ഞാൻ ഇരിക്കണോ അതുവരെ ഇനി അതാണ് പിന്നെ എനിക്ക് വേറെ കാര്യം ഇതിൽ പറയാനുള്ളത് വെച്ചാൽ ഇത് വേറെ ഗ്യാങ് തുടങ്ങിയാൽ തന്നെ അതൊരു ഫ്രണ്ട്ലി ഗ്യാങ് ആവില്ല. അതൊരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് പറയാം. എവിടെ വെച്ച് കണ്ടാലും ഉണ്ടല്ലോ ഓട്ടിച്ചിട്ട് പോകണം, അടിച്ചോട്ടി ഒരു ഇതുമില്ലാതെ നിർത്തി പോകേണ്ട അവസ്ഥയിലോട്ട് എത്തി. ഞാനത് നിങ്ങൾ ഒരിക്കലും ഈ വിഷയം അതുമായിട്ട് ഇതാക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞു ഇതുകൊണ്ടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും അവര് പറയുന്നത് പോലും. ബാക്കി നമുക്ക് അവര് ഗെയിമിലല്ലേ നമ്മളോട് പറഞ്ഞത്, അത് ഞാൻ ഗെയിമിൽ ഞാൻ കൊടുത്തോളാം, അത് ഞാൻ ഗെയിമിൽ കൊടുത്തോളാം, അതിനുള്ള പരിപാടി അവിടെ ഞാൻ ചെയ്തോളാം. എന്നോട് ഈ പറഞ്ഞ ഇട കണ്ടാലും അടിച്ചിട്ട് ഗെയിമിൽ പണ്ണു എന്ന് പറഞ്ഞല്ലോ, അതിനുള്ളത് ഞാൻ ഗെയിമിൽ ഞാൻ തന്നെ കൊടുത്തോളാം. മനസ്സിലാവും? കൂടെ ഉള്ളവരൊക്കെ അങ്ങ് പോകും, പുറത്തിറങ്ങാനും കലങ്ങിരിക്കാനൊക്കെ വളരെ ഉണ്ടാവില്ല. ഗാങ് സ്ട്രീം ചെയ്യുന്നോ? ഇനി അങ്ങോട്ട് ഗാങ് സ്ട്രീം ആണോ വേണ്ടേ? ആണോ? MRG വക്കീല് പോയിട്ട് യൂസഫ് അങ്ങനെ വരുത്തില്ല. യൂസഫ് കൊറേ മുമ്പ് വന്നതാ. അവന് അന്നേരം എന്തോ കുറച്ച് കാര്യങ്ങൾ ഇവന്റെ അടുത്തുനിന്ന് ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, ഈ സംഭവം എല്ലാം മനസ്സിലായിട്ട്. അതിലൊരാളാന്ന് ഈ പറഞ്ഞ പോലെ യൂസഫ്, ഈ വക്കീല്, MRG വക്കീല്, പിന്നെ തൻസി, ഇങ്ങനെ കുറെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ മനസ്സിലായിട്ട് പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലായി പോകുന്ന ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. നമ്മൾ പിന്നെ അത് കുറവായിക്കൊണ്ടാണ് ഈ പറഞ്ഞ അവസ്ഥയിൽ എത്തിയത്. അത് തുറന്നു പറയാം, അതിന്റെ കുറവ് തന്നെയാണ്. അതിന്റെ കുറവ്, അല്ലെങ്കിൽ വിശ്വാസം കൂടിയതിന്റെ, അല്ലെങ്കിൽ കൂടെ ഉള്ളവരെ അങ്ങനെ വിശ്വസിക്കുന്നതിന്റെ കുറവോ, അത് തന്നെ. നിങ്ങളുടെ വൃഷണത്തിൽ, അതായത് ടെസ്റ്റിൽ ഒരു കൊതുക് ഇത് സൗണ്ട് ഇല്ലാത്തതാണോ? അടിച്ചു കൊല്ലാൻ പറ്റുമോ? ഇതെന്താ ഇടക്കിടക്ക് സൗണ്ട് വന്നെ? അവിടെ വന്ന് വാക്കല്ലാത്ത സ്ഥലം എന്താണ് ഇതിന്? ഇപ്രാവശ്യം കപ്പ് നമ്മള് തൂക്കും. കപ്പ് നമ്മള് നോക്കിക്കില്ല. എന്താടാ നീ റൊണാൾഡോ? നീ റൊണാൾഡോ? മെസ്സിയെല്ലാം തൂറും മുത്തേ, ഞാൻ ഉള്ള കാര്യം പറയാം. മെസ്സിയെല്ലാം തൂറും, മെസ്സിയെല്ലാം എന്തായാലും തൂറും. ഇതെന്താ ഒരിക്കലും പോയിട്ടോ ടീം ഒരിക്കലും പുറത്തേക്ക് വരും. എന്തായാലും കാണുന്നതല്ലേ ഭയങ്കര പോവാനുള്ളവരൊക്കെ പോകും, നിൽക്കാനുള്ളവരൊക്കെ നിൽക്കും. പിടിച്ചു നിർത്താൻ പറ്റത്തില്ല.
നിൽക്കാൻ സൗകര്യമുള്ളവരെ നിൽക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യരുത്. അതാണ് ലൈഫിലെ ഏറ്റവും വലിയ ടിപ്പ്. എവിടെ ആണെങ്കിലും ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പഠിക്കുക, ഒറ്റയ്ക്ക് മുമ്പോട്ട് ചെയ്യാൻ പഠിക്കുക. സ്വന്തം അമ്മ അച്ഛനെ അല്ലാതെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യരുത്. അമ്മ അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അത്രയും മാത്രം മനസ്സിലാലോചിച്ചാൽ മതി. എവിടെ പോയി വീണാലും 4 കാടി വീഴുക, എണ്ണീറ്റ് ഓടുക. കാര്യം ഡബ്ല്യു വേർഡ്സ് ഇവന് വേണ്ടിയിട്ട് ആണല്ലടാ ഞാൻ ഈഗിളിലായിട്ട് ഇതായത്. അല്ല അതെല്ലാം സോൾവ് ആയി കേസ്. അതെല്ലാം ഞാൻ പറഞ്ഞ് നമ്മൾ കോൾ ചെയ്ത് ഇപ്പോൾ കുറച്ച് ഈഗിൾ ലൈവ് ഇടുന്നതിൻ്റെ ഒരു 15-20 മിനിറ്റ് മുമ്പ് വിളിച്ചിട്ടേ ഉള്ളൂ. പൊട്ടങ്ങണ്ണാപ്പി അവള് പോയി പോട്ടടാ, അടുത്തവള് അങ്ങനെ ചിന്തിക്ക്, പോസിറ്റീവായിട്ട്. നമുക്ക് അവളല്ല അവനോ? ഞാൻ ഓ അങ്ങനെ, ഞാൻ വിചാരിച്ചത് നീ കുണ്ടനായതോ. ഹാപ്പി ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ ആണോ? ഓ ഇന്ന് ഹാപ്പി ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ ആണോ? ആണെങ്കിലും ഒന്നുമില്ല. നോ ഹേർട്ട്, നോ ഗിൽട്ട്, നോ റിഗ്രറ്റ്സ്. ആ ഗൈസ്, നാളെ മമ്മു വീട്ടിലേക്ക് പോയെന്ന്. വ്ളോഗ് എടുക്കാം. അതെ, അപ്പൊ നാളെ മമ്മു സത്യം നിങ്ങൾക്ക് അറിയണല്ലോ. അതെ, നാളെ മമ്മു വീട്ടിലേക്ക് പോയെന്ന്. ഈ പറഞ്ഞ പോലെ വീട്ടിൽ പോയി ഓൻ്റെ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പൊ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അല്ല നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ചിലപ്പോഴേ പോകും. അതെന്താ? ഇപ്പൊ അതിനിടയിൽ ആരും വണ്ടിയിലടിച്ചു കുത്തിയെന്ന് നോക്കിയാലോ? അങ്ങനൊന്നും ആവില്ല. ഒന്നും പറയാൻ പറ്റില്ല. ഒരാൾക്കാരെ ജീവിത രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെങ്കിലും ഇതിനൊന്ന് ദയവ് ചെയ്ത് ഒന്നും ചെയ്തേക്കല്ലേ. ചെയ്തിട്ട് വീണെടുക്കുകയാണെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. അങ്ങനെങ്കിലും ഒരു ഫേസ് വാല്യൂ കൊണ്ട് ഉപകാരം ഉണ്ടാകട്ടെ. പേടിയാടാ, അതുകൊണ്ടാ, വേറെ ഒന്നും ഉള്ളതുകൊണ്ടല്ലേ. പേടിയുണ്ട് guys. ഇതെല്ലാം പറയുമെങ്കിലും ഇതെല്ലാം ഭയങ്കര ഇതെടുത്ത് പറഞ്ഞതാ. ഓവറാക്കല്ലടാ, ഉള്ളത് ഉള്ള പോലെ നിങ്ങളത് തമാശയായിട്ടാണോ കാണുന്നത്? പവർഫുൾ ആയിട്ടുള്ള ഒരാളെ hate ചെയ്യണം. Publicly നിങ്ങളത് പറയണം. കാരണം അനുഭവിക്കുന്ന മൊത്തം നമ്മളാണ്. അതാണ് നിങ്ങളിപ്പോ നമ്മള് വീഡിയോ ഇങ്ങനെ കണ്ടിങ്ങനെ ആശ്വസിക്കുന്നത്. അതായത് ഇവര് നല്ല അടിപൊളിയാണെന്നല്ല, ഭയങ്കര ഗ്യാങ്. അനക്ക് ആ ഗ്യാങ്ങിലൊന്ന് കേറിയാല് എത്ര ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അറിയോ? എത്ര ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അറിയോ? ജീവിതം മൂഞ്ചി മോനെ, രക്ഷപ്പെടല്ലേ ഇത് അങ്ങ് താന്ന് ഭൂമിന്റെ അടിയിലേക്ക്. 1-2 മാസം നിന്നിട്ടല്ല മുത്തേ പറയുന്നേ. 2 കൊല്ലം 1 കൊല്ലം 13 കൊല്ലമുള്ള ബന്ധം ഒഴിവാക്കണമെങ്കിൽ അത്രയും കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. എത്ര പ്രൂഫ് കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും ഈ വന്നി പറയുന്നടാ, ഇത്രയും കാര്യങ്ങൾ അനുഭവിച്ചോണ്ടാടാ. IR ലൈവ് ഇട്ട് ഒന്നും അഥവാ അടിക്കാൻ വന്നാ അടിക്കാൻ വന്നാലല്ല, ഞാൻ എന്താ പറയുന്ന അറിയോ? ഇതെപ്പാന്ന് എന്താന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇടക്കിടക്ക് ലൈവ് ബ്ലോഗെല്ലാം എടുത്തോ. ഇതെപ്പാന്ന് ഇത് ഈ പറഞ്ഞ പോലെ ആര് വരും എന്ത് വരും എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സൂക്ഷിച്ചോ, കയ്യിൽ എന്തെങ്കിലും സൂക്ഷിച്ചോ. അല്ല ലൈവ് എന്നല്ല, എന്തെങ്കിലും കൈമ സൂക്ഷിച്ചാലും മതി. എന്തെങ്കിലും സാധനമോ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ സ്വയരക്ഷയ്ക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ. ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു വക്കീലിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, മൂപ്പരായിട്ട് ഉച്ചക്ക് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ മൂപ്പര് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്വന്തം ഈ പറഞ്ഞ പോലെ സ്വന്തം ഇതിന്റെ പേരിൽ ഇതുണ്ടെങ്കിൽ നമുക്കൊരു ഇതുമായിട്ട് മുമ്പോട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ടൊന്നും അങ്ങനെ അതങ്ങനെ ഡീൽ ചെയ്യണം നമുക്ക് തോന്നില്ല ഗൈസ്. കാരണം അതിലെന്തോ അങ്ങനെയൊന്നും തോന്നില്ല. ഈ പറഞ്ഞ ഒരു പേടിയുണ്ട്. ഈ പറഞ്ഞ പോലെ 4 ആള് അല്ലെങ്കിൽ 2 ആളെ വിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കോ എന്നുള്ള ഒരു പേടിയുണ്ട്. ആ പേടിയുണ്ട് നമുക്ക്, അതുണ്ട്. അതുള്ള കാര്യം പറയാം, ആ പേടിയുണ്ട്. ചെയ്യാനും മടിക്കൂല, അതാ ചെയ്യാൻ മടിക്കൂല എന്നാ. അതെ, അത് ഈ പറഞ്ഞ പോലെ 100% ഞാൻ ഓനെ അറിയുന്നോണ്ട് പറയാം. കോണ്ടാക്ട് യൂസഫ് വക്കീലിനെ വേണമെങ്കിൽ വെറുതെ വിളിച്ചു നോക്കാം. പക്ഷെ മൂപ്പര് എടുക്കുമെന്നറിയില്ല. മൂപ്പര് ബാംഗ്ലൂരായിട്ടാന്ന് തോന്നുന്നു. അല്ല, നമുക്ക് വെറുതെ ഒന്ന് വിളിച്ചു നോക്കാം മൂപ്പരെ. യൂസഫ് എന്റെ ഇതൊന്നും വക്കീലല്ലേ? വക്കീലിനെ ഞാൻ സേവ് ചെയ്ത. നമുക്കൊന്ന് വെറുതെ വിളിച്ചു നോക്കാം. മിക്കവാറും ഉറക്കുന്നുണ്ട്. Your
എടുക്കുന്നില്ല. മുനു വോയിസ് ഞാൻ പറയട്ടെ ഗൈസ്, ഇന്ന് നമ്മളെ തൊണ്ടയും ഇതെല്ലാം പോയി ഇത് പറഞ്ഞിട്ട്. മുനുവിൻ്റെ വോയിസിൻ്റെ ഒരു 2 സെക്കൻഡ് ഞാൻ കേൾപ്പിച്ചു തരാം, ബാക്കി ഞാൻ നാളെ കേൾപ്പിച്ചു തരാം. ഇല്ല, നമുക്ക് ഇനി ഇത് കേൾപ്പിച്ച് ഇതിൻ്റെ പേരിൽ വർത്താനം പറഞ്ഞ് ഇതാക്കാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ചിലപ്പോൾ, അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ 2 പേര് ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. അതോടുകൂടി നമ്മൾ എൻഡും ചെയ്യാം. അത് കാണിച്ചാൽ നിങ്ങൾ വിശ്വസിക്കൂലടാ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വിശ്വസിക്കണ്ടടാ. ഞാൻ ചെയ്യാൻ പറ്റും, നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാൻ ഈ പറഞ്ഞല്ലോ, എനിക്ക് ഈ പറഞ്ഞ കുറച്ച് ആൾക്കാർ ഇതാക്കിയാൽ മതി, അവർ വിശ്വസിച്ചാൽ മതി. നിങ്ങൾ വിശ്വസിക്കണം എന്ന് എനിക്ക് വലിയ നിർബന്ധമില്ല, മനസ്സിലായോ? സോ നിങ്ങൾ വിശ്വസിക്കണ്ട. കാണിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ഇതാക്കിയിട്ട് കാര്യമില്ല, മനസ്സിലായോ? ഇതാ വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. ഈ പറഞ്ഞ പോലെ ഇത് നല്ല നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ബുദ്ധിയില്ല ഇതില്ലാത്ത ആൾക്കാരാ നിങ്ങളോട് ഇത് പറഞ്ഞതിനെ കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഉപകാരം ഉണ്ടെന്നൊന്നും തോന്നില്ല. നിങ്ങൾ ഇത് കേൾപ്പിച്ചിട്ടും കാര്യമില്ല, കാരണം അങ്ങനെ ആയി, മനസ്സിലായോ? എന്തായാലും ഞാൻ കേൾപ്പിക്കാം. അതിൻ്റെ ഒരു സെക്കൻഡ് ഞാൻ കേൾപ്പിക്കൂ. കാരണം ഈ പറഞ്ഞ പോലെ നിന്റെ എല്ലാം ഇതെന്താന്നുള്ള ഈ സ്ക്രിപ്റ്റ് ഒന്നും ഇതെല്ലാം തന്നെ നീ പറയൂന്നറിയാം. അതുകൊണ്ട് നിന്നൊന്നും ഇത് ഫുള്ള് കേൾപ്പിക്കേണ്ട ആവശ്യം എനിക്ക് ഇപ്പോൾ തോന്നുന്നില്ല, മനസ്സിലായോ? അത് തോന്നുന്നില്ല. ഇത് ഉണ്ടോ ഇല്ലയോ എന്നല്ല നിന്റെ ഡൗട്ട്. എന്നിട്ടോ കേട്ടല്ലോ ഇതിന്റെ ഫുള്ളുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ നീയൊന്നും ഇത് കേക്കണ്ട, മനസ്സിലായോ? ഇതൊന്നും ഇത്രയും കേട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത നീയൊന്നും ഇതിനൊന്നും മനസ്സിലാക്കണം എന്നില്ലടാ, മനസ്സിലായോ? അത്രയും മൂഞ്ചി തെറ്റി ഒരുത്തൻ അടിച്ച് അണ്ണാക്കി തന്നിട്ടാണ് ഈ പറഞ്ഞ എല്ലാം നിന്റെ അടുത്തെല്ലാം തുറന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. എന്നിട്ടും നിനക്കൊന്നും ഇതല്ലെങ്കിൽ പിന്നെ എന്താടാ മൊണ്ണ ഇതാക്കേണ്ടത്, മനസ്സിലായോ? ഫുൾ കേൾപ്പിക്ക്. കയ്യില്ല. കാരണം നിന്റെ എല്ലാം ഇതിപ്പം വന്നല്ലോടാ, അത്രേ ഉള്ളു ബ്രോ. കാരണം ഇത്രയും വിഷമം പറഞ്ഞിട്ട് പോലും ഇതെല്ലാം സ്ക്രിപ്റ്റാന്നും ഇതെല്ലാം ഇതാന്നും മനസ്സിലാക്കുന്ന നീയൊന്നും അത് കേൾക്കണ്ട, മനസ്സിലായോ? അതിനുള്ള ഇതില്ല, മനസ്സിലായോ? അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അത്രേ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കേൾപ്പിക്കാനുള്ളൂ. കാരണം ഇത്രയും വിഷമങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് അതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞാലുണ്ടെങ്കിൽ പിന്നെ അത് പിന്നെന്തിനാ, അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ അത് വിശ്വസിക്കണ്ട. നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റാണ്, ഓക്കെ? അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചോ, നോ പ്രോബ്ലം ബ്രദർ, നോ പ്രോബ്ലം. ഒരു 10 ആള് ബുദ്ധിയുള്ള ആള് ഇതാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ ബ്രദർ, ബൈ. ഞാൻ എൻഡ് ചെയ്യാം. ഓക്കെ, ബൈ.